ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലത്തെ ചൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂലിനകത്ത് കുറച്ച് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ മാറാല ശല്യമൊക്കെ ഇല്ലാതാവും. അതേപോലെ തന്നെ തറ ആ ചൂല് വെച്ച് തൂക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഇല്ലാതാവും. അപ്പോൾ പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് നിന്നിട്ട് തന്നെ ഇതിൻ്റെ ശല്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ തറ തൂക്കുകയോ ചിലന്തി അടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് നിന്നിട്ട് പിന്നെ നമുക്ക് കുറേ ദിവസത്തേക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ. വലയൊന്നും പിടിക്കത്തില്ല, കബോർഡിൻ്റെ ഭാഗത്തൊന്നും വലയൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ തറ തൂക്കുമ്പോഴത്തേനും ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കത്രികകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തുരുമ്പിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനും തുരുമ്പിക്കാറുണ്ട്. അതിനകത്തൊക്കെ ഇരുമ്പിൻ്റെയൊക്കെ കറയൊക്കെ പിടിച്ചിട്ട് സ്റ്റക്കായിരിക്കും, തുറക്കാനൊക്കെ പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കവറുണ്ടല്ലോ, കാലിക്കവർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ വേസ്റ്റ് നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത്, ബാക്കി വരുന്നത്. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് മാത്രം മതി കേട്ടോ. അതെടുത്തിട്ട് കത്രികയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. തുരുമ്പ് കറയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നല്ലോണം കറ പോയി കിട്ടുന്നത് മാത്രമല്ല, നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ തുരുമ്പിച്ച കത്തി ഉണ്ടല്ലോ, ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു കാരണം ഈ സോസിനൊരു പുളിപ്പുണ്ടല്ലോ, ആ പുളിപ്പ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ കറകളെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മളൊരു കോട്ടൺ തുണിയോ സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല, നല്ല രീതിയിൽ നമുക്കതിന് മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല പുതിയ കത്രിക പോലെ ആയതുകൊണ്ട് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതേപോലെ കത്തിയും കത്രികയൊക്കെ നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ തുടച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതേപോലെ തുണി മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കത്തിയൊക്കെ ഉണ്ടല്ലോ, മീൻ മുറിക്കുന്ന കത്തിയാണെങ്കിലും തുണി മുറിക്കുന്ന കത്തിയാണെങ്കിലും എല്ലാം അതുപോലെ ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു കത്തിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ക്രീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം നല്ല സ്റ്റക്കായിരിക്കുന്നതൊന്ന് മാറി കിട്ടും കേട്ടോ. അതിപ്പോൾ തുരുമ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനും സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം അതിനകത്തോട്ട് തേച്ച് കൊടുക്കുക. കാരണം എണ്ണ തേക്കുമ്പോഴത്തേനും ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എത്ര പഴകിയ തുണി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടി വെക്കണ്ടോ, അടിയിൽ ആ കറുത്ത ഭാഗമല്ല, കറ മഞ്ഞക്കറയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും ഈ സോസ്, ഈ ടൊമാറ്റോ സോസിൻ്റെ കവർ ഇതേപോലെ ഒന്ന് അതിൻ്റെ കുറച്ച് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും കേട്ടോ. കാരണം ആ ഒരു പുളിപ്പ് രസം ഉള്ളത് കൊണ്ട് തന്നെയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കറയെല്ലാം പോയിട്ട് കുക്കർ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തതാണേ കണ്ടോ. അതിൻ്റെ ആ കറുത്ത എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തുള്ള ഫർണിച്ചറുകളൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വെച്ച് കൊടുക്കുക. അതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും തേയില സ്വല്പം കൂടുതൽ ഇട്ട് കൊടുക്കുക. കാരണം നല്ല രീതിയിൽ കടുപ്പം വേണം. ഇപ്പോൾ എത്ര പഴകിയ ഫർണിച്ചറും വെട്ടിത്തിളങ്ങും കേട്ടോ. അതുമാത്രമല്ല, ഫർണിച്ചറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചിലന്തിയൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് തുടയ്ക്കുമ്പം തന്നെ ആ ഒരു ശല്യമേ ഉണ്ടാകില്ല. ഇനി ഇതിനകത്ത് 2 സാധനങ്ങളോടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പം എന്തുകൊണ്ട് നല്ലോണം കടുപ്പമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ അരിച്ചെടുത്തപ്പോൾ തന്നെ കണ്ടോ നല്ല രീതിയിൽ കടുപ്പമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്രമാത്രം വീട്ടിൽ ക്ലീനിങ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഇതിപ്പം ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ ആവശ്യമില്ല നമുക്ക്, കാരണം ഞാനെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഒരു മൂടി, ഒരടപ്പ് കണ്ടോ, ഒരു അടപ്പിൻ്റെ വിനാഗിരിയുടെ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഒരടപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയും മാത്രം മതി. വളരെ നിസ്സാരമായിട്ട് തന്നെ വീട്ടിൽ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോട്ടൺ തുണി മുക്കിയിട്ട് വേണം നമുക്ക് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം എണ്ണയും വിനാഗിരിയായിട്ട് തെളിഞ്ഞ് മാറി നിൽക്കും. അപ്പോൾ കട്ടൻ ചായ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കണ്ടോ, ഇനി നമ്മളൊരു കോട്ടൺ തുണി എടുത്ത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ തുടച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മുക്കിയിട്ട് നമ്മുടെ ഇവിടെ ഏതൊക്കെ ഫർണിച്ചറുകളുണ്ടോ, കതക്, കട്ടള എല്ലാം, ജനലിൻ്റെ കട്ടള എല്ലാം നമുക്കിത് വെച്ച് തുടച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിതാണ്ട് കതക് കാണിക്കുകയാണ്. കണ്ടോ, തുടയ്ക്കുമ്പം തന്നെ അതിൻ്റെ ഒരു വെട്ടം, തിളക്കം, നല്ല ഒരു ഷൈനിങ് ആക്കിയിട്ട് നമുക്കിത് വെച്ച് തുടച്ച് കൊടുക്കുമ്പോഴത്തേന് തടിയൊക്കെ കണ്ടോ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ സോഫയുടെ സെറ്റിയുടെയൊക്കെ തടി വെച്ച് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ കയ്യിൽ തവ, ചട്ടകം, തടിയുടെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനൊന്നുകൂടെ മുക്കിയിട്ട് നമ്മുടെ ജനലിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തുടയ്ക്കുന്ന ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും തമ്മിൽ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ വിടവുകളിലൊക്കെ തൊണ്ട ചെലന്തിയൊക്കെ കൂടുകൂട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാകത്തില്ല. കുറേ നാളത്തേക്ക് ഇതേപോലെ തന്നെ വെട്ടിത്തിളങ്ങി കിടക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ടിപ്പാണ്. നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി. വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, സോഫയുടെയൊക്കെ ഇത്, അതേപോലെ ഷോക്കേഴ്സിൻ്റെ തടി കണ്ടോ, എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും പോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.